കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗങ്ങളിലെ മുസ്ലിമീങ്ങളൊക്കെ കാഫിറുകളാണെന്നും അവിടെയുള്ള ഇമാമിങ്ങൾ പൂജാരികളെ പോലെയാണ് എന്നും പറയുക വഴി എത്ര ആളുകളെയാണ് കാഫിർ എന്ന് വിളിച്ചത്, എത്ര ആളുകളെയാണ് മുസ്ലിം അല്ല എന്ന് പറഞ്ഞത്. അതിന്റെ കുറ്റം എത്ര ആളുകളെ കൊല ചെയ്ത കുറ്റമാണ്. ഇമാം ഷൗക്കാനി ഈ പറയപ്പെടുന്ന സലഫി ചിന്താധാരയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമാമാണ്. അദ്ദേഹം എഴുതുന്നുണ്ട്, ഇന്നൽ ഹുക്മ അലർ റജുലി ബിഖുറൂജിഹി മിൻ ദീനിൽ ഇസ്ലാം. ഒരാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഒരാൾ, കേരളത്തിലെ എല്ലാ സുന്നികളും അത് പറയുന്നുണ്ട്. നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നവരാണ് സുന്നികൾ. 5 നേരം നമസ്കരിക്കുന്നവരാണ് സുന്നികൾ. അവരെ ഒരാൾ ബിഖുറൂജിഹി മിൻ ദീനിൽ ഇസ്ലാം, അയാൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോ സുന്നികളൊന്നും മുസ്ലിമീങ്ങളല്ലെന്ന് പറഞ്ഞപ്പോ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഈ വാർത്ത അടിച്ചു വന്നു. എന്തിനാണ്? ഒരു ഉസ്താദ് എവിടെയോ പ്രസംഗിച്ച ഒരു കാര്യത്തിന് എന്ത് വാർത്താ മൂല്യമാണുള്ളത്? വാർത്താമൂല്യം ഇന്നത്തെ കാലത്തുണ്ട്. 10 വർഷത്തിന് മുമ്പ് ഇതിനേക്കാളും ഗൗരവമുള്ള വാക്കുകൾ സുന്നി മുജാഹിദ് സംവാദങ്ങളിൽ കേട്ടിരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. وقال النبي صلى الله عليه وسلم بحسب امرئ من الشر أن يحقر أخاه المسلم كل المسلم على المسلم حرام دمه وماله وعرضه أو كما قال رسول الله صلى الله عليه وعلى آله وصحبه أجمعين. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. മുസ്ലിം എന്ന രീതിയിൽ 2 അടിസ്ഥാന സൗഹൃദങ്ങൾ നാം അതിനെ പരിരക്ഷിക്കേണ്ടതുണ്ട്, പരിപാലിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം അൽ-ഉഖ്വത്തുൽ ഇൻസാനിയ, മാനവികതയാണ്. മനുഷ്യൻ എന്ന നിലയ്ക്ക് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുമായിട്ടും നന്മയിൽ ഇടപെടുകയും ആ സൗഹൃദത്തെ ഏറ്റവും മഹിതമായ രൂപത്തിൽ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. അല്ലയോ മനുഷ്യരെ, നാം നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളാക്കി ശാഖകളാക്കിയത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്നും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും സർവാദരണീയൻ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ തഖ്വയുള്ളവനാണ് എന്നും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ആശയം മാനവിക മൂല്യങ്ങൾ നിങ്ങൾ സംരക്ഷിക്കണം എന്നാണ്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. വലഖദ് കറംനാ ബനി ആദം, നാം ആദമിന്റെ മക്കളെ ബഹുമാനിച്ചിരിക്കുന്നു. ആദമിന്റെ മക്കൾ ആരാകട്ടെ? മനുഷ്യരാണ്.
മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ ആദരവിന് അർഹരാണ് എന്ന്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലും യഥേഷ്ടം മനുഷ്യന് സഞ്ചരിക്കുവാൻ അവന്റെ മുമ്പിൽ പാഥേയങ്ങളെ നാം വിധാനിച്ചു കൊടുത്തിരിക്കുന്നു. വറസഖനാഹും മിനത് തയ്യിബാത്ത്. സംശുദ്ധമായ വിഭവങ്ങളെ ഈ ഭൂമി ഉൽപാദിപ്പിക്കുന്നതിൽ നിന്ന് നാം മനുഷ്യന് പ്രദാനം ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം നമുക്കറിയാം. കുല്ലുക്കും മിൻ ആദം. നിങ്ങൾ എല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ്. വ ആദമു മിൻ തുറാബ്. ആദം മണ്ണിൽ നിന്നാണ്. മണ്ണാണ് മനുഷ്യന്റെ അസ്തിത്വമെന്നും ആ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് ആദമെന്നും ആ ആദമിന്റെ സന്തതികളാണ് നിങ്ങൾ എല്ലാവരും എന്ന് പറയുന്നതിലൂടെ ഇന്ന റബ്ബക്കും വാഹിദുൻ. നിങ്ങളുടെ രക്ഷിതാവ് ഏകനാണ്. വ അബാക്കും വാഹിദുൻ. നിങ്ങളുടെ പിതാവ് ഏകനാണ്. ലാ ഫദല ലി അറബിയിൻ അലാ അജമിയിൻ. ഒരു അറബിക്ക് അനറബിയേക്കാളോ വല അജമിയിൻ അലാ അറബിയിൻ. ഒരു അറബിയേക്കാൾ അനറബിക്കോ യാതൊരു പ്രതാപവുമില്ല, സ്ഥാനവുമില്ല എന്ന് മാനവികതയുടെ യഥാർത്ഥ പാഠങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു തന്നു. ഇതിനെ നാം പരിരക്ഷിക്കണം, ഇതിനെ നാം പരിപാലിക്കണം. രണ്ടാമത്തത്, നാം പരിരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ട രണ്ടാമത്തെ സൗഹൃദം, രണ്ടാമത്തെ സാഹോദര്യം അൽ ഉഖ്വത്തുൽ ഇസ്ലാമിയ. ഇസ്ലാമിക സാഹോദര്യമാണ്. എന്താണ് ഇസ്ലാമിക സാഹോദര്യം? മനുഷ്യരെന്ന രീതിയിൽ ആദമിന്റെ മക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാവരും സഹോദരന്മാരാണ്. ഒപ്പം മുസ്ലിം എന്ന നിലയ്ക്ക്, ഇസ്ലാം എന്ന നിലയ്ക്ക് നാം എല്ലാവരും പരസ്പരം ആദർശ ബന്ധുക്കളാണ്. അതാരായിക്കൊള്ളട്ടെ. മുസ്ലിമാണോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും നമ്മുടെ ഖിബലയായ കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുകയും നാം അറുത്തതിനെ ഭക്ഷിക്കുകയും നാം നിർവഹിക്കുന്ന 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന ഏതൊരാളും മുസ്ലിമാണ്. അതിൽ സംഘടനാ വ്യത്യാസമില്ല. വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇവിടെ തന്നെ ഒരുമിച്ച് കൂടിയിരിക്കുന്നവർ വ്യത്യസ്തമായ സംഘടനകളിലും ആശയങ്ങളിലും പ്രവർത്തിക്കുന്നവരാകാം, അനുഭവമുള്ളവരായിരിക്കാം. സംഘടനകൾക്ക് അതീതമായി സ്വതന്ത്രമായി വിഷയങ്ങളെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരുമായിരിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ 100 പേർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ 100 പേരുടെ ഇടയിൽ വ്യത്യസ്തമായ ആശയങ്ങൾ രൂപപ്പെടാം. പക്ഷേ നമ്മുടെ എല്ലാം മനുഷ്യരാണ് എന്നതിനപ്പുറം നമ്മളെല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു വിലാസം ഇസ്ലാം, മുസ്ലിം എന്ന 2 പദങ്ങളാണ്. ഇത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈകും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. തീർച്ചയായും സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഫഅസ്ലിഹൂ ബൈന അഖവൈകും. നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ സന്ധിയുടെ നിലപാട് സ്വീകരിക്കണം, യോജിപ്പിന്റെ നിലപാട് സ്വീകരിക്കണം. വിശ്വാസത്തിന്റെ പേരിലുള്ള ഈ സൗഹൃദത്തെ നിങ്ങൾ പരിരക്ഷിക്കണം, നിങ്ങൾ പരിപാലിക്കണം. അതിന് കേടുവരുത്തുന്ന ഒരു വാക്ക്, അതിന് കേടുവരുത്തുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ നാവിൽ നിന്നോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നോ ഉണ്ടായിക്കൂടാ. ഫഅസ്ലിഹൂ ബൈന അഖവൈകും. നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ പരസ്പരം യോജിപ്പിന്റെ വഴികൾ തിരഞ്ഞ് അന്വേഷിച്ച് നടക്കുവിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഹാസദു. നിങ്ങൾ പരസ്പരം അസൂയാലുക്കളാകരുത്. വലാ തബാഗദു. നിങ്ങൾ പരസ്പരം കോപിക്കരുത്. വലാ തദാബറു. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കാണുമ്പോൾ പിന്തിരിഞ്ഞു കളയരുത്.
വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിന്റെ ഏകോദര സഹോദരന്മാരാകുവീൻ, ഏകോദര സഹോദരന്മാരാകുവീൻ. പ്രിയമുള്ളവരെ, ഇന്ന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ വെറുക്കാൻ പഠിപ്പിക്കുന്നു. ഒരു ഇമാമ് ഇന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് ആ ഇമാമിന്റെ പുറകിൽ നിങ്ങൾ തുടരരുത്. മുസ്ലിമിനെ കണ്ടാൽ സലാം പറയരുത്. ആരാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ ഹദീസും ഈ ആയത്തും ഒക്കെ മനസ്സിലാക്കിയ ആളുകൾ. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന ഒരു പ്രഭാഷകൻ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കരിച്ചാലും നോമ്പെടുത്താലും ഹജ്ജ് ചെയ്താലും സുന്നികളെ മുസ്ലിമായി പരിഗണിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രദേശത്തെ മഹല്ലിനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഈ മഹല്ലിന്റെ ഇമാമിനെ പിന്തുടർന്ന് നമസ്കരിക്കരുത്. ഖുത്ബിയത്ത് ഓതുന്ന പള്ളി അമ്പലമാണ്. ഖുത്ബിയത്ത് ഓതുന്ന പള്ളി അമ്പലമാണ്. അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ ഒരു മസ്ജിദ് വഖഫ് ചെയ്താൽ ഖിയാമത്ത് നാൾ വരെ 7 ഭൂമി കീഴ്പോട്ടേക്കും 7 ആകാശം മേപ്പോട്ടേക്കും അത് മസ്ജിദാണ്. അള്ളാഹുവിന്റെ പേരിൽ നിശ്ചയിക്കപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമി അമ്പലമായി പോകുമത്രേ. എന്ന് മാത്രമല്ല, അമ്പലത്തിലെ പൂജാരിയെ തുടർന്ന് നമസ്കരിക്കുന്നത് പോലെയാണ് ആ മസ്ജിദിലെ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രഭാഷകൻ പറഞ്ഞതാണ്. അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത്. നമ്മുടെ മുസ്ലിം പൊതുസമൂഹത്തിലെ ഒരുപാട് ആളുകൾ അതിന് കൈയടിച്ചു. അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കിയില്ല. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന സുന്നി പ്രസ്ഥാനങ്ങൾ കാഫിറുകളാണെന്നും അതിന്റെ കീഴിൽ അതിന്റെ മഹല്ലുകളിൽ പ്രവർത്തിക്കുന്ന ഇമാമുകൾ അമ്പലത്തിലെ പൂജാരികളെ പോലെയാണെന്നും ആ ഇമാമുകളുടെ പുറകിൽ തുടർന്ന് നമസ്കരിക്കുന്നത് പൂജാരിയുടെ പുറകിൽ നമസ്കരിക്കുന്നത് പോലെയാണെന്നും അത്തരം മസ്ജിദുകൾ അമ്പലങ്ങളാണെന്നും പറയുക വഴി ഈ വാക്കുകളുടെ അപകടം നമ്മളൊന്ന് ചിന്തിക്കണം. ഈ വാക്കുകളിലെ അപകടം മുസ്ലിമീങ്ങളെ കാഫിറാക്കുകയാണ്, മുസ്ലിമീങ്ങളെ വെറുക്കാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ സലാം പറയരുത് അവരോട് എന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ചിരിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മൾ തെക്കൻ കേരളത്തിൽ അത്ര പരിചിതമല്ല ഈ കാര്യം. തെക്കൻ കേരളത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ അത്ര പറയത്തക്ക അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യത്യസ്ത വീക്ഷണങ്ങളും സംഘടനകളും ജുമാ കഴിഞ്ഞിട്ട് ചോദിക്കാം. വ്യത്യസ്ത വീക്ഷണങ്ങളും സംഘടനകളും നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ആ വ്യത്യസ്തമായ വീക്ഷണങ്ങളും സംഘടനകളും നിലനിൽക്കുന്ന നമ്മുടെ ഇടയിൽ പരസ്പരമുള്ള ചെളിവാരി എറിയലുകളില്ല. പക്ഷേ പലപ്പോഴും വടക്കൻ മലബാർ ഈ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള പ്രസ്ഥാനങ്ങളുടെ വൈര്യത്താൽ പ്രശ്ന കലുഷിതമാണ്. നമ്മുടെ ഇവിടെ താമസിക്കുന്ന മലബാറുകാരായ സഹോദരങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, തെക്കൻ കേരളത്തിൽ നമ്മുടെ നാട്ടിലെ പോലെ സംഘടനകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഓരോ മഹല്ലുകളിലും സുന്നികളുണ്ടാകും, സലഫി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും, ജമാഅത്തുകാരുണ്ടാകും, തബ്ലീഗുകാരുണ്ടാകും. ഒരു സൗഹൃദം തെക്കൻ കേരളത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഇല്ല എന്ന് പറയുന്നില്ല. ഇതെല്ലാം വടക്കൻ മലബാറിന്റെ ഒരു സ്വാധീനത്താൽ ഉണ്ടായി വന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഒരു കാരണവശാലും മുസ്ലിം ഉമ്മത്തിന്റെ വ്യത്യസ്ത കക്ഷികളെ, ആ കക്ഷികളിലെ വ്യത്യസ്ത വ്യക്തികളെ വിധി എഴുതാൻ പടച്ചവൻ നമുക്ക് അധികാരം തന്നിട്ടില്ല. ഇവൻ കാഫിറാണ്, ഇവൻ മുസ്ലിമാണ്, ഇവൻ ഫാസിഖാണ്, ഇവൻ സ്വർഗാവകാശിയാണ്, ഇവൻ നരകാവകാശിയാണ്. ആരാണ് അധികാരം തന്നത്? ആരാണ് അധികാരം തന്നത്? എന്റെ ഉത്തരവാദിത്തം എന്താണ്? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് ദഅവത്താണ്, നിങ്ങളോട് പറയുക, സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങളെ വിധിക്കാൻ എനിക്ക് അധികാരമില്ല.
നിങ്ങളുടെ വിശ്വാസത്തെ വിധിക്കാൻ എനിക്ക് അവകാശമില്ല. ആ അവകാശം അല്ലാഹുവിന് മാത്രമാണ്. ഒരാള് സ്വർഗത്തിലാണെന്നും ഒരാള് നരകത്തിലാണെന്നും വിധി എഴുതേണ്ടത് ആരാണ്? നന്മ തിന്മകൾ തീരുമാനിക്കേണ്ടവൻ ആരാണ്? വിശ്വാസത്തിലെ ശരിയും തെറ്റും പറയാം, പക്ഷേ പിഴച്ചവനാണെന്നോ കാഫിറാണെന്നോ മുശ്രിക്കാണെന്നോ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പറയാൻ ആർക്കും അധികാരമില്ല. തക്ഫീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ നിഷേധിയാക്കൽ, കാഫിറാക്കൽ ഏറ്റവും വലിയ തിന്മയാണ്. ഏറ്റവും വലിയ തിന്മയാണ്. ഏറ്റവും വലിയ തിന്മയാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖദഫ മുഅ്മിനൻ ബികുഫ്രിൻ ഫഹുവ കഖത്ലിഹി. ഏതെങ്കിലും ഒരാൾ ഒരു മുഅ്മിനിനെ കാഫിർ എന്ന് ആരോപിച്ചാൽ, വളരെയധികം ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരാൾ ഒരു മുഅ്മിനിനെ കാഫിർ എന്ന് ആരോപിച്ചാൽ ഫഹുവ കഖത്ലിഹി, അവനെ കൊന്നതിന് തുല്യമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗങ്ങളിലെ മുസ്ലിമീങ്ങളൊക്കെ കാഫിറുകളാണെന്നും അവിടെയുള്ള ഇമാമിങ്ങൾ പൂജാരികളെ പോലെയാണ് എന്നും പറയുക വഴി എത്ര ആളുകളെയാണ് കാഫിർ എന്ന് വിളിച്ചത്? എത്ര ആളുകളെയാണ് മുസ്ലിം അല്ല എന്ന് പറഞ്ഞത്? അതിന്റെ കുറ്റം എത്ര ആളുകളെ കൊല ചെയ്ത കുറ്റമാണ്. ഇമാം ഷൗക്കാനി ഈ പറയപ്പെടുന്ന സലഫി ചിന്താധാരയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമാമാണ്. അദ്ദേഹം എഴുതുന്നുണ്ട്, ഇന്നൽ ഹുക്മ അലർ റജുലി ബിഖുറൂജിഹി മിൻ ദീനിൽ ഇസ്ലാം. ഒരാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഒരാൾ, കേരളത്തിലെ എല്ലാ സുന്നികളും അത് പറയുന്നുണ്ട്. നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന്, കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നവരാണ് സുന്നികൾ. 5 നേരം നമസ്കരിക്കുന്നവരാണ് സുന്നികൾ. അവരെ ഒരാൾ ബിഖുറൂജിഹി മിൻ ദീനിൽ ഇസ്ലാം, അയാൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞാൽ, വദഖൂലിഹി ഫിൽ കുഫർ, കുഫ്റിൽ അയാൾ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ, ലാ യംബഗി ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമിനും യോജിച്ചതല്ല, യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാൾക്കും അത് യോജിച്ചതല്ല. ഇല്ലാ ബിബുർഹാനിൻ ഔളഹ മിൻ ശംസിൻ നഹാർ, പകലിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനേക്കാളും തെളിമയുണ്ടാകണം, അയാൾ കാഫിറാണെന്ന് പറയാം. അത്രയും പരിശോധിച്ചിട്ടാണോ ഈ വിളി? അത്രയും അന്വേഷിച്ച്, പകലിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ തെളിമയുള്ളതായിരിക്കണം കുഫ്രിന്റെ കാരണം പറയുമ്പോ, എന്തുകൊണ്ട് കാഫിറായി എന്ന് പറയുമ്പോ. അല്ലാതെ ഒരു സമൂഹത്തെ മുഴുവനും ഒരു അടച്ചിട്ട മുറിയിൽ കാടടച്ച് വെടിവെച്ചവരൊക്കെ കാഫിരികളാണ് എന്ന് പറയുന്നത്, ആ മഹല്ലുകളിലെ ഇമാമികളൊക്കെ പൂജാരികളെ പോലെയാണ് എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ഫഇന്നഹു ഖദ് സബത ഫിൽ അഹാദീസ് സഹീഹത്തിൽ മർവിയ മിൻ തരീഖി ജമാഅത്തിൻ, ഒരു സംഘം ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രബലമായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖാല ലി അഖീഹി യാ കാഫിർ, ആരെങ്കിലും ഒരു മുസ്ലിമായ സഹോദരനെ കാഫിർ എന്ന് വിളിച്ചാൽ, ഫഖദ് ബാഅ ബിഹാ അഹദുഹുമാ, രണ്ടിൽ ഒരാൾ കാഫിറായി പോകും. അതായത് വിളിക്കപ്പെട്ടവൻ ഈ പറയുന്നത് പോലെ കാഫിർ അല്ലെങ്കിൽ ആ കാഫിർ എന്ന് പറയുന്ന വിളി ഈ വിളിച്ചവനിലേക്ക് മടങ്ങുമെന്നാണ്. അപ്പൊ ഇത്രയും അധികം വരുന്ന സുന്നി സമൂഹത്തെ മുഴുവനും കാഫിർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഗൗരവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നിസ്കരിച്ച് സുന്നികൾ നമസ്കരിച്ചാലും നോമ്പെടുത്താലും ഹജ്ജ് ചെയ്താലും ശരി തന്നെ, അവർ മുസ്ലിമീങ്ങളല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ലാ സലാത്തന, നമ്മുടെ നമസ്കാരം ആര് നമസ്കരിക്കുന്നുവോ, 5 നേരത്തെ നമസ്കാരം, വസ്തഖ്ബല ഖിബ്ലതന, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഖിബ്ലയെ ആര് മുന്നിടുന്നുവോ, വഅകല ദബീഹതന, നാം അറുത്തത് ആര് ഭക്ഷിക്കുന്നുവോ, ഫദാലിക്കൽ മുസ്ലിം, അവനാണ് മുസ്ലിം, അവൻ മുസ്ലിമാണ്.
അവരുടെ ബാഹ്യമായ ഒരാള് നമ്മളോട് വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ വിശ്വാസമാണോ ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസമാണോ എന്ന് പരിശോധിക്കാനുള്ള ലാബ് നമ്മൾ ഇവിടെ പ്രവർത്തിപ്പിക്കുന്നില്ല. അതിന്റെ ഉത്തരവാദിത്തം പടച്ചവനാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. നഹ്നു നഹ്കുമു ബിൽ ളവാഹിർ. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ അയാൾ ഷഹാദത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ മുസ്ലിമാണ്. ബാക്കി വല്ലാഹു യതവല്ല സറായിർ, അവന്റെ ഹൃദയം, അവന്റെ രഹസ്യം, അവന്റെ വിശ്വാസം ഇതെല്ലാം അല്ലാഹുവിലേക്ക് മടക്കുന്നു എന്ന് പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യുദ്ധ സാഹചര്യത്തിൽ, വളരെയധികം യുദ്ധ സാഹചര്യത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ശത്രുപക്ഷത്ത് നിന്നുള്ള ഒരാളെ പിടിച്ചപ്പോ വധിക്കുമെന്ന് പേടിച്ച് അയാള് പെട്ടെന്ന് ഷഹാദത്ത് പറഞ്ഞു, മുസ്ലിമാണ് എന്ന് കാണിക്കാൻ. പക്ഷെ സഹാബാക്കൾക്ക് മനസ്സിലായി ഇയാള് പറഞ്ഞ ഷഹാദത്ത് വ്യാജമാണ് എന്ന്. പക്ഷെ ആ മനുഷ്യനെ കൊന്നു, ആ മനുഷ്യനെ വധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഈ വിവരം എത്തുന്നു. പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറങ്ങുന്നുണ്ട്, വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ ലസ്ത മുഅ്മിനാ തബ്തഗൂന അർദൽ ഹയാത്തിദ് ദുനിയാ വലാ തഖൂലു, നിങ്ങൾ പറയരുത് ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ, നിങ്ങളിലേക്ക് ഇസ്ലാം ഇട്ടു തന്നവനെ സംബന്ധിച്ച് ലസ്ത മുഅ്മിനാ, നീ ഒരു വിശ്വാസിയല്ലെന്ന്. ഒരാൾ പറയുന്നു ഞാൻ മുസ്ലിമാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, നാവ് കൊണ്ട് അയാൾ പറയുന്നത് നമ്മൾ കേട്ടു. എന്നിട്ട് പറയാണ് നീ മുസ്ലിം അല്ലെന്ന് പറയരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. വയനാട് കഴിഞ്ഞ ജുമാക്ക് പറഞ്ഞ വിഷയമാണ്. വയനാടിന് വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണത്തെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാ മുഅ്മിനീങ്ങളും ഇക്കാര്യത്തിൽ പങ്കാളികളാകണം. ജുമാക്ക് ശേഷവും ഇൻഷാ അല്ലാഹ് ഇവിടെ കളക്ഷൻ ഉണ്ടാകും. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നീ മുസ്ലിം അല്ല എന്ന് പറയുക തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇമാം ഇബ്നു അബ്ദുൽ ബർറ റഹ്മത്തുള്ളാഹി അലൈഹി അബൂ സുഫിയാനിൽ നിന്നും ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അകുൻതും തഖൂലൂന ലി അഹദിൻ മിൻ അഹ്ലിൽ ഖിബ്ലതി കാഫിറുൻ, അകുൻതും തഖൂലൂന, നിങ്ങൾ പറയുമായിരുന്നുവോ മിൻ അഹ്ലി അഹദിൻ മിൻ അഹ്ലിൽ ഖിബ്ല, ഈ കഅബത്തുള്ളയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന ആരെയെങ്കിലും പറ്റി കാഫിർ കാഫിർ എന്ന് പറയുമായിരുന്നുവോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, ഇല്ല. ഖുൽതു, ഞാൻ ചോദിച്ചു, ഫമുശ്രികുൻ, നിങ്ങൾ മുശ്രിക് എന്ന് പറയുമായിരുന്നുവോ? നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, ഷഹാദത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് മുശ്രിക് എന്ന് പറയുമോ? അപ്പൊ പറഞ്ഞു, ലാ, മആദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ഫഫസിഅ, അദ്ദേഹം ഭയന്നു എന്നാണ്. ആ ചോദ്യം കേട്ടിട്ട് പോലും അത്രയും സൂക്ഷ്മത ഒരു മുഅ്മിനിനെ സംബന്ധിച്ച്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് കാഫിർ എന്ന് പറയുന്നതിൽ സഹാബികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നു എന്നാണോ? അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു, ആശയപരമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടായിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ആക്ഷേപിക്കലും വിധി പറയലും ഇതൊന്നും സഹാബാക്കളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. നാം പുലർത്തേണ്ട സംസ്കാരം അതാണ്. നാം പുലർത്തേണ്ട സംസ്കാരം അതാണ്. എന്താണ്? വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം നമ്മുടെ ഇടയിലുണ്ട്. ഈ സംഘടനകളൊന്നും വേണ്ട എന്ന് പറയാനും പറ്റുകയില്ല. എല്ലാ പ്രസ്ഥാനങ്ങളും ദീനിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിലെന്തെങ്കിലും തെറ്റുകളോ തിന്മകളോ ഉണ്ട് എങ്കിൽ അതിനെ പടച്ചവനിലേക്ക് വിടുകയും തിരുത്താൻ ശ്രമിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ വിധി പറയരുത്, കാഫിറാണെന്ന് പറയരുത്, മുശ്രിക്കാണെന്ന് പറയരുത്. അത് പറയാൻ നമുക്ക് അധികാരമില്ല. സ്വർഗാവകാശിയാണെന്ന് പറയരുത്, നരകാവകാശിയാണെന്ന് പറയരുത്. അതൊന്നും എത്രത്തോളം സ്വർഗാവകാശിയാണെന്നും ഒരാളെ ഉറപ്പിച്ച് പറയാൻ പറ്റൂല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗാവകാശിയാണെന്ന് അറിയിച്ചവരെ പറ്റിയല്ലാതെ സ്വർഗാവകാശിയാണെന്ന് പറയാൻ പോലും അനുവാദമില്ല. പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കലാണ്. തെറ്റുകൾ തിരുത്തണം. ഈ പറയപ്പെടുന്ന കുത്തുബിയത്ത് എന്ന് പറയുന്നത് മലബാറിലൊക്കെ വളരെ വ്യാപകമായ ഒരു ആചാരമാണ്. അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോട് യാതൊരു അർത്ഥത്തിലും യോജിപ്പില്ല. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളും വരികളും എല്ലാം അതിനകത്തുണ്ട്. അത് വിമർശിച്ചു. നമ്മൾ ഇവിടെ തന്നെ പല സന്ദർഭങ്ങളിൽ അതിനെപ്പറ്റി സംസാരിച്ചതുമാണ്. അതിനോടൊന്നും യോജിക്കുന്നില്ല. പക്ഷേ അത് പറയുന്നവരും ചൊല്ലുന്നവരും എല്ലാം കാഫിറാണെന്നും മുശ്രിക്കാണെന്നും പറയരുതേ. അത് അത്യന്തം ഗൗരവമാണ്, വളരെ അപകടമാണ്. ഇതാണ് പറയുന്ന വിഷയം. എന്ന് മാത്രമല്ല, ഇമാം ഷൗക്കാനി പറഞ്ഞതിൽ ഒരു വാക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരാളെ കാഫിർ എന്ന് പറയുമ്പോ കുഫ്രിന്റെ കാരണം എത്രത്തോളം വ്യക്തമായിരിക്കണം. സൂര്യന്റെ വെളിച്ചത്തെക്കാളും തിളക്കമുണ്ടാകണം. യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അയാളുടെ വിശ്വാസം ശിർക്കാണെന്ന് പറയാൻ കഴിയണം. ഉദാഹരണം, മൗലൂദ് കിതാബുകളിലെ ചില ഉദ്ധരണികൾ എടുത്തു വെച്ച് അത് പറയുന്നവരെല്ലാവരും മുശ്രിക്കുകളാണ് എന്ന് പറയാറുണ്ട്. അതിലൊരു വാക്കാണ് ഈ വാക്ക്. എനിക്ക് പൊതുവെ മൗലൂദ് ഓതാൻ ഞാൻ പഠിച്ചിട്ടുമില്ല, അത് ഓതിയിട്ടുമില്ല. കാരണം നമുക്ക് അതിനേക്കാളും കൂടുതൽ ഖുർആനും ഹദീസും ഒക്കെ ഇഷ്ടംപോലെ പഠിക്കാൻ കിടക്കുന്നു. മൗലൂദും ഖുതുബിയത്തും പഠിക്കാനുള്ള സമയമോ സന്ദർഭമോ ആവശ്യമോ ഇല്ല. പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം, ഇതിന്റെ ഒരു വിഷയം കവിതകളാണ്, കാവ്യസമാഹാരങ്ങളിലെ ചില വരികൾ എടുത്തു വെച്ച് ആ വരികളുടെ അടിസ്ഥാനത്തിൽ അത് പറയുന്നവർ മുശ്രിക്കാണെന്ന് പറയാൻ കഴിയുകയില്ല. കവിത എങ്ങനെയാണ് രൂപപ്പെടുന്നത്? കവിതയുടെ അടിസ്ഥാനം അലങ്കാരമാണ്. ഒരു കാര്യത്തെ ആലങ്കാരികമായും അതിശയോക്തിപരമായും അവതരിപ്പിക്കുന്നതാണ് കവിതയുടെ ഒരു പൊതു സ്വഭാവം. നമ്മളിവിടെ ശരിയായ കോഴ്സിൽ തന്നെ ബലാഗത്ത് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിക്കാറുണ്ട്. എങ്ങനെയാണ് അറബി സാഹിത്യ സൃഷ്ടികൾ രൂപപ്പെടുന്നത് എന്ന്. ഇവിടെ അല്ലയോ പ്രവാചകരെ, ഞാൻ തെറ്റുകൾ ചെയ്തു. അല്ലയോ പ്രവാചകരെ, അങ്ങയോട് ഞാൻ ആവലാതിപ്പെടുന്നു. സയ്യിദി ഖൈറൻ നബി. ഇതിന്റെ ആശയം നോക്കുമ്പോ പ്രവാചകനോട് പാപമോചനം തേടുന്നതായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ അത് ചൊല്ലുന്ന മനുഷ്യന്റെ വിശ്വാസമാണ് പ്രധാനം. അയാൾ പ്രതീക്ഷിക്കുന്നു, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ പ്രവാചകൻ പാപം പൊറുക്കുമെന്നും കരുണ ചെയ്യുമെന്നും ആ തരത്തിലുള്ള വിശ്വാസത്തോടു കൂടിയാണ് അയാൾ അത് ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കിലേക്കും കുഫ്രിലേക്കും ഒക്കെ എത്തിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ കവിതകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും കീഴ്പ്പെടുന്നതല്ല. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പ്രണയത്തെ, അതിന്റെ പ്രണയ സങ്കല്പങ്ങളെ ഒക്കെയാണ്. അതിന്റെ ഒരു ആലങ്കാരികമായ ഭാഗമുണ്ട്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു പനിയെ സംബന്ധിച്ച് ഒരു ഡോക്ടർ വിശദീകരിക്കുന്നതും ഒരു കവി വിശദീകരിക്കുന്നതും രണ്ട് രീതിയിലായിരിക്കും. ഒരു ഡോക്ടർ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറയും. എങ്ങനെയാണ് ഒരു പനി ഉണ്ടാകുന്നത്, ആ പനി മാറാൻ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അതേ പനി ഒരു കവിയുടെ കയ്യിലേക്ക് കിട്ടിയാൽ അയാൾ അതിനെ വളരെ മനോഹരമായി അവതരിപ്പിക്കും. അതിൽ യാഥാർത്ഥ്യങ്ങൾ തെരഞ്ഞു പോയാൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കും. എന്ത് വിഡിത്തമാണ് പറയുന്നത് എന്ന് പറയും. അറേബ്യൻ സാഹിത്യത്തിലെ അഗ്രഗണ്യനായ ഒരു സാഹിത്യകാരനാണ് മുത്തനബി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കവിതയിൽ പനിയെ പറയുന്നുണ്ട്. എന്താ അയാൾ പറയുന്നത്? ദിവസവും രാത്രി എന്റെ അടുക്കലേക്ക് ഒരു സന്ദർശകൻ വരും. ജീവനുള്ള ഒരു സന്ദർശകൻ. രാത്രി മാത്രമേ അത് വരികയുള്ളൂ എന്നൊക്കെ പറയുന്നത് എന്തിനെ പറ്റിയാണ്? പനിയെ സംബന്ധിച്ചാണ്. രാത്രി ഇയാൾക്ക് പനി പിടിക്കും, അതാ വിഷയം. അതായി കറക്റ്റ് പറയുന്നത്.
എന്നിട്ട് പറയുന്നു ബദൽതു ലഹൽ മതാരിഫ വൽ ഹശായ. എന്റെ അടുക്കലേക്ക് ആ സന്ദർശകൻ വന്നപ്പോ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന പുതപ്പും കമ്പിളിയും എല്ലാം എടുത്ത് ആ സന്ദർശകന് കൊടുത്തു. എന്റെ ശരീരത്ത് കയറാതെ നീ അവിടെ കിടന്ന് വിശ്രമിച്ച് ഈ പുതപ്പും കൂടി കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പോയിക്കൊള്ളൂ എന്ന്. പക്ഷേ അത് എന്റെ എല്ലുകളിലാണ് സുഖമായി കിടന്നുറങ്ങിയത്. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ആ പനിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പനിക്ക് നടന്നു വരാൻ കാലുണ്ടോ? അതിന് കേറാൻ ഏത് വഴി കൂടെ കയറിയിട്ടുണ്ടാകും ശരീരത്തിൽ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കവിതകൾ എപ്പോഴും അതിന്റെ ഒരു വശം സാഹിത്യമാണ്, അലങ്കാരമാണ്. അത്തരത്തിലുള്ള സാഹിത്യ സൃഷ്ടിയാണ് മൗലിദ് കിതാബുകളും അതിലെ വചനങ്ങളും എന്നൊക്കെ പറയുന്നത്. ഇവിടെ പ്രവാചകനോട് ഒരു പക്ഷേ പല വ്യാഖ്യാനങ്ങൾക്കും സാധ്യമാണ്. പ്രവാചകരെ, ഞാൻ പാപം ചെയ്തു, അങ്ങയോട് അപരാധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് അങ്ങയുടെ മുന്നിൽ വന്നു നിൽക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് വ്യാഖ്യാനിക്കാം. അതെങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ ആ വരി കണ്ട് ഉടനെ തന്നെ അത് ശിർക്കാണെന്ന് പറയുന്നത്? അതുകൊണ്ടാണ് ഇമാം ഷൗക്കാനി പറഞ്ഞത് ഒരാളെ കാഫിറാക്കാൻ അല്ലെങ്കിൽ ഒരു കുഫ്റാണെന്ന് പറയാൻ സൂര്യനേക്കാളും തെളിഞ്ഞ തെളിവ് വേണമെന്ന്. യാതൊരു വ്യാഖ്യാനവും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കുറിയെറി ഒരാൾ നമ്മുടെ മുന്നിലേക്ക് വന്നാലും അയാളെ കാഫിറാണെന്ന് പറയാൻ പറ്റൂല. അയാളുടെ വിശ്വാസം അറിയാതെ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒരാൾ സുജൂദ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്, തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷെ ശിർക്കാണെന്നും കുഫ്റാണെന്നും പറയണമെങ്കിൽ അത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള നിരവധിയായ കാവ്യാത്മകമായ അവതരണങ്ങളെ, വർണ്ണനകളെ, വരികളെ, കുറികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉമ്മത്തിനെ മുസ്ലിം അല്ലെന്നും എന്താണ് പൂജാരികളെക്കാളും പൂജാരികളെ പോലെയാണ് എന്നുമൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വിഷയങ്ങളെ ശരിയായ രൂപത്തിൽ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. സൗഹൃദങ്ങൾ, ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട വിഷയം മുസ്ലിം ഉമ്മത്ത് എന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഈ സൗഹൃദ അന്തരീക്ഷത്തെ തകർക്കുന്നതാണ് ഇത്തരത്തിൽ വിഷം ഓപ്പിക്കുന്ന വാക്കുകൾ, സംസാരങ്ങൾ. പാടില്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പാടില്ല. ഇപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോ സുന്നികളൊന്നും മുസ്ലിമീങ്ങളല്ലെന്ന് പറഞ്ഞപ്പോ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഈ വാർത്ത അടിച്ചു വന്നു. എന്തിനാണ്? ഒരു ഉസ്താദ് എവിടെയോ പ്രസംഗിച്ച ഒരു കാര്യത്തിന് എന്ത് വാർത്താ മൂല്യമാണുള്ളത്? വാർത്താമൂല്യം ഇന്നത്തെ കാലത്തുണ്ട്. 10 വർഷത്തിന് മുമ്പ് ഇതിനേക്കാളും ഗൗരവമുള്ള വാക്കുകൾ സുന്നി മുജാഹിദ് സംവാദങ്ങളിൽ കേട്ടിരുന്നു. അല്ലെ ഫിർഔനെന്നും ഹാമാനെന്നും ഖാറൂനെന്നും കേട്ടാൽ നമ്മൾ ചെവി പൊത്തിപ്പോകുന്ന ഖണ്ഡന മണ്ഡനങ്ങൾ കേൾക്കാൻ പറ്റും, ആക്ഷേപങ്ങൾ കേൾക്കാൻ പറ്റും. പക്ഷെ അന്ന് അതിന് വാർത്താ പ്രാധാന്യമില്ല. ഇന്ന് ഒരു പ്രസ്ഥാനത്തിലെ ഒരു പ്രഭാഷകൻ സുന്നികൾ മുസ്ലിമീങ്ങൾ അല്ലെന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയപ്പോ അത് പത്രത്തിൽ അടിച്ചു വന്നെങ്കിൽ അതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. എന്താണത്? ഇവിടെ മുസ്ലിമീങ്ങൾ ഇത്രയും കാലഘട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങളില്ലെന്നാണ്. ഈ പത്രക്കുറിപ്പെടുത്ത് വെച്ച് ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്താണ് ചർച്ച ചെയ്യുന്നത്? കണ്ടില്ലേ, സുന്നികൾ മുസ്ലിമീങ്ങളല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവരിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ട് എന്നല്ലേ ഈ കാണിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ എത്ര ജാഗ്രതയോടുകൂടി വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും പ്രബോധനം ചെയ്യേണ്ടത് പണ്ഡിതന്മാരെന്ന രീതിയിൽ നമ്മുടെ ബാധ്യതയാണ്. പൗരസമൂഹം എന്ന രീതിയിൽ അത് ഉൾക്കൊള്ളുന്ന വിഷയത്തിലും അത് സ്വീകരിക്കുന്ന വിഷയത്തിലും നമുക്ക് എത്രമാത്രം ജാഗ്രത ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സന്ദർഭത്തിൽ പരിചയപ്പെടുത്തേണ്ട ഒരു പണ്ഡിതനാണ് യൂസുഫുൽ ഖറളാവി. അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിലുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളെ, ആ അഭിപ്രായ വ്യത്യാസങ്ങളെ മുഴുവനും ഒരു ലോക പണ്ഡിതൻ എങ്ങനെയാണ് ഉൾക്കൊണ്ടത് എന്നതിന്റെ മകിട ഉദാഹരണമാണ് ഇമാം യൂസുഫുൽ ഖറളാവി. ഈ നൂറ്റാണ്ട് കണ്ട ഒരു പണ്ഡിതൻ, ഏറ്റവും വലിയ പണ്ഡിതൻ ഖറളാവി. കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. എല്ലാ ആശയങ്ങളെയും എല്ലാ ചിന്താധാരകളെയും അദ്ദേഹം എത്ര വിശാലമായ വീക്ഷണത്തോടുകൂടി സമീപിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
മുസ്ലിം ഉമ്മത്തിന്റെ സൗഹൃദത്തിന് എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു പാഠമാണ്. ഇത്തരത്തിലുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ലൈസ അഗ്യദ ലിഅഅദാഇൽ ഉമ്മത്തി, ഈ ഉമ്മത്തിന്റെ ശത്രുക്കൾക്ക് ഏറ്റവും കോപം ജനിപ്പിക്കുന്ന ഒരു കാര്യവുമില്ല, മിൻ ഇജ്തിമാഇ ശംലിഹ, ഈ ഉമ്മത്തിന്റെ ഐക്യത്തെക്കാളും, വലൈസ അസറ ലിഖുലൂബിഹിം വഅസ്അദ ലിനുഫൂസിഹിം, അവരുടെ മനസ്സുകൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വേറൊരു കാര്യമില്ല, മിൻ ഇഖ്തിലാഫിൽ ഉമ്മത്തി അലാ നഫ്സിഹാ, ഈ ഉമ്മത്തിന്റെ ഉള്ളിലുള്ള ആഭ്യന്തര കലാപങ്ങളെക്കാളും. ഈ ഉമ്മത്തിന്റെ ഇടയിലുള്ള അവൻ മുസ്ലിം അല്ല, ഇവൻ കാഫിറാണ്, അവൻ പുത്തൻവാദിയാണ്, അവനെ തുടരരുത്, ഈ സംസാരം പുറത്ത് വലിയൊരു സംഘം കേൾക്കാനിരിക്കുന്നു, അത് പത്രക്കുറിപ്പായിട്ട് അടിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. നമ്മൾ ആരെയാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം എന്നാണ്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിൽ ആരുമില്ല. മുജാഹിദാര് പറയും സുന്നികളൊക്കെ പുറത്താണ്, സുന്നികൾ പറയും മുജാഹിദാര് പുറത്താണ്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് തബ്ലീഗുകാര് പുറത്താണ്, ജമാഅത്തുകാര് പഴിച്ചവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. എടാ നീ കാഫിർ, നീ മുസ്ലിം അല്ല, നീ സ്വർഗത്തിലല്ല. നീ പ്രിയമുള്ളവരെ, അല്ലാഹു ഇത്ര വിശാലമായ സ്വർഗം പണിതു വെച്ച് ആ വിശാലമായ സ്വർഗത്തിലേക്ക് ഈ കോടാനുകോടി മനുഷ്യരെ വെൽക്കം ചെയ്യുമ്പോ, സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോ, നമ്മൾ ഇവിടെ സ്വർഗത്തിൽ നിന്ന് ആളുകളെ പുറത്താക്കാനുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം അപകടകരമായ സന്ദർഭത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തർജിഉ ബഅദി കുഫാറൻ, എനിക്ക് ശേഷം നിങ്ങൾ കാഫിരീങ്ങളായി അധപ്പതിക്കരുത്. യദ്രിബു ബഅദുകും റിഖാബ ബഅദ്, നിങ്ങളിൽ ചിലരുടെ പിരടികളെ വെട്ടുമാറ്. ഇത് കഴിഞ്ഞ ആഴ്ച ഈ ഹദീസ് ഞാൻ പറഞ്ഞിരുന്നു, കാഫിർ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട്. ലാ തർജിഉ ബഅദി കുഫാറൻ, എനിക്ക് ശേഷം നിങ്ങൾ കാഫിരീങ്ങളായി അധപ്പതിക്കരുത്. യദ്രിബു ബഅദുകും റിഖാബ ബഅദ്, നിങ്ങളിൽ ചിലരുടെ പിരടിക്ക് വെട്ടുക എന്ന് പറഞ്ഞാൽ വാളി കൊണ്ടുള്ള വെട്ടല് മാത്രമല്ലല്ലോ. വെട്ടല് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വെട്ടലാണ്. പരസ്പരം ചെളിവാരി എറിയലുകൾ, കാഫിറുകളാണെന്ന ആക്ഷേപം നമ്മുടേതല്ലാത്ത ഒരു വീക്ഷണത്തിൽ കാണുന്ന ഒരാളെ, അതാരോ ആയിക്കൊള്ളട്ടെ. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ റഅയ്തും അഖാകും, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ കണ്ടാൽ, ഖദ് സല്ല സല്ലതൻ, അയാൾക്ക് ഒരു വീഴ്ച പറ്റിയതായിട്ട് കണ്ടാൽ, ഫസദ്ദിദുഹു, നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ നേരാവണ്ണം തിരുത്തണം. അയാളോട് അത് ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടണം. അള്ളാഹുവിനോട് ആ മനുഷ്യന് ആ തിന്മയിൽ നിന്ന് ഒഴിവായി നല്ല ജീവിതം കിട്ടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വലാ തകൂനു അഅ്വാനൻ ലിശയാത്തീൻ, നിങ്ങൾ പിശാചുക്കളുടെ സ്നേഹിതന്മാരാകരുതേ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കടിച്ചു കീറാനുള്ള സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ ഇട്ട് കൊടുക്കല്ലേ. വലാ തകൂനു അഅ്വാനൻ ലിശയാത്തീൻ, നിങ്ങൾ ശൈത്താന്മാരുടെ സഹായികളാകരുത് എന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുവാൻ സാധ്യമല്ല. വ്യത്യസ്തമായ വീക്ഷണങ്ങളും ആശയങ്ങളും ഉണ്ടാകാം. ഇത് ഏറ്റവും മാന്യമായും ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടും നാം പ്രകടിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ഇത് പ്രകടിപ്പിക്കുമ്പോൾ ഒരർത്ഥത്തിലും നമ്മുടെ ഭാഗത്ത് നിന്ന് മുസ്ലിം സൗഹൃദത്തെ തകർക്കുന്ന ഒരു വാക്കും ഒരു പ്രവൃത്തിയും പണ്ഡിതന്മാർക്കോ മുസ്ലിം പൊതുസമൂഹത്തിനോ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ വിഷയം, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയും തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം. അനാചാരങ്ങളിൽ നമ്മൾ മുക്തമാകണം. നമ്മുടെ തൗഹീദിനെ നാം സംരക്ഷിക്കണം. ഈമാനിൽ അടിയുറച്ചു നിൽക്കണം. ശിർക്ക്, കുഫ്ർ, ബിദ്അത്തുകളിൽ നാം വീഴാതിരിക്കണം. ഇതും നാം വളരെയധികം ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യം എന്ന് പറയുന്നത്. ഈ ഐക്യം അല്ലാഹു സംരക്ഷിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.